കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം തന്ന നല്ല സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മളായിരുന്ന സ്ഥാനത്തൊക്കെയും നമ്മളെ കൃപയോടെ കാത്ത കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മുൻപിൽ നമുക്ക് വിനയപൂർവ്വം തലകുനിക്കാം. അവൻ നമ്മളെ സൂക്ഷിച്ചല്ലോ, നടത്തിയല്ലോ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ മുഖാന്തരമായി ഇജിം ഓഫ് ഇന്ത്യയുടെ 16ാമത് ഐക്യ സുവിശേഷ യോഗം ഏറ്റവും ഭംഗിയായി അനുഗ്രഹീതമായി പൂർത്തീകരിപ്പാൻ, അനേകർക്ക് പ്രയോജനപ്പെടുവാനും അനേകരുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും അത് കാരണമായി തീർന്നല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുകയാണ്. ആ ശുശ്രൂഷയെ കർത്താവ് ഏറെ അനുഗ്രഹിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ അധീകരിച്ചു കൊണ്ടാണ്. എന്താണ് ഡിവോഴ്സിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് വിവാഹമോചനം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്. 6 പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ അതിൽ പങ്കുവച്ചു. അതിലൊന്നാണ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ബാഹ്യമായ ചില ഘടകങ്ങൾ അതിനകത്തുണ്ട്. അതിൽ 7 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി, ചിന്തിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. മാംസലമായ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അധീനമായി പ്രാർത്ഥനയും ദൈവിക ബന്ധവും എല്ലാം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് ദൂരെ യാത്ര ചെയ്യുന്ന സാഹചര്യം ഒരു കുടുംബ ജീവിതത്തിൻ്റെ അകൽച്ചയ്ക്ക് കാരണമാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേരാൻ കഴിയാതെ പോകുന്നതാണ്. വിട്ടുപിരിയണം, പറ്റിച്ചേരണം. ഈ 2 പ്രവൃത്തികളും സമാനമായി സംഭവിക്കാതെ പോയാൽ അവിടെ ഒരു വേർപിരിയൽ ഉറപ്പാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഒന്നു ചേരാത്തതാണ്. എല്ലാം ഒന്നായി തീരുക. ഭർത്താവിന് ഉള്ളതിൽ ഭാര്യയ്ക്കും, ഭാര്യയ്ക്കുള്ളതിലെല്ലാം ഭർത്താവിനും മാനസികമായ ഏകഭാവത്തോടെ ആയിരിക്കാൻ കഴിയാതെ പോകുന്നത് ഡിവോഴ്സിൻ്റെ കാരണമായി നമ്മൾ ചിന്തിച്ചു. 4ാമത്തേത്, മാതാപിതാക്കൾക്ക് ഇതിനകത്ത് ഒരു പങ്കുണ്ട് എന്നതാണ്. എന്താണ് അവരുടെ റോള്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവഹിതപ്രകാരമുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി മാതാപിതാക്കൾ ശ്രമിക്കാതെ പദാർത്ഥപരമായതും താൽക്കാലികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിവാഹമെന്ന മഹത്വകരമായ കാര്യത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് പിൽക്കാലത്ത് വേർപിരിയലിന് കാരണമായി തീരുന്നു. 5ാമത് നമ്മൾ പറഞ്ഞത് ഒരു നല്ല ഇടനിലക്കാരൻ്റെ അഭാവമാണ്. എലിയാസറിനെ പോലെ ഒരു നല്ല ഇടനിലക്കാരനായി വർത്തിക്കാൻ കഴിയാതെ പോകുന്നിടത്ത് അവിടെ തെറ്റായ ധാരണകൾ വളർത്തപ്പെടുന്നു, വ്യാജമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു, ഒടുവിലത് തിരിച്ചറിയപ്പെടുന്നു, ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത് വേർപിരിയലിലായിരിക്കും. അതുകൊണ്ട് സത്യസന്ധമായ കൃത്യമായ ഒരു നല്ല ഇടനിലക്കാരൻ്റെ അഭാവം നമ്മളെ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് വഴി നടത്താറുണ്ട്. അത് ഡിവോഴ്സിന് കാരണമാക്കി തീർക്കുന്നു. 7ാമത് നമ്മൾ പറഞ്ഞത് പ്രേമബന്ധങ്ങൾക്കകത്ത് ദൈവത്തിന് ഇടമില്ലാതെ പോകുന്നു. അല്ല, സാധാരണ ബന്ധങ്ങൾക്കകത്താണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും അതിനകത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവഹിതം വെളിപ്പെട്ടു വരാൻ
ഇടമില്ലാതെ പോകുമ്പോൾ സ്വന്തം ബുദ്ധി കൊണ്ടും സ്വന്തം ചിന്ത കൊണ്ടും സ്വന്തം ആലോചന കൊണ്ടും പ്രവർത്തിക്കുകയാണ്. അത് ഒടുവിൽ അപകടകരമായി തീരുന്നു. വേർപിരിയാൻ രണ്ടുപേരും ആഗ്രഹിച്ച് വേർപിരിയുന്നു എന്നുള്ളതാണ്. ഒടുവിൽ നമ്മൾ പറഞ്ഞത് തെറ്റായ തെരഞ്ഞെടുപ്പാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് ഏറ്റവും അനുപേക്ഷണീയമാണ് നല്ല തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ആ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ സംഭവിക്കുന്നത് വേർപിരിയലാണ്. അതിനപ്പുറത്ത് മറ്റൊന്നില്ല. ഇന്ന് കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഡിവോഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിൻ്റെ പേഴ്സൻറ്റേജ് അങ്ങ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതാണ് വിവാഹമോചനത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഇന്റേണൽ അഫയേഴ്സ് ആയിട്ട് കിടക്കുന്നത് ആ കാര്യങ്ങളാണ്. എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ വൈകല്യം? എവിടെയെല്ലാമാണ് തെരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകുന്നത്? ഇന്ന് നാം ചിന്തിക്കുന്നത് തെറ്റായ തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നത് ഏതെല്ലാം മേഖലകളിലാണ്? അതെല്ലാം ഇന്റേണലായിരിക്കുന്ന ചില വിഷയങ്ങൾ തന്നെയാണ്. ഒന്ന്, ഏജ്, പ്രായം. പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. സാധാരണയായി 2 വയസ്സിൻ്റെ വ്യത്യാസം പുരുഷനും സ്ത്രീയും തമ്മിൽ നിർണയിക്കാറുണ്ട്. അതൊരു സാധാരണമാണ്. എന്തുകൊണ്ടാണ് ഈ 2 വയസ്സിൻ്റെ വ്യത്യാസം എന്നത് പലർക്കും അറിയില്ല, അറിയാൻ ശ്രമിക്കാറുമില്ല. എന്തുകൊണ്ട് 10 ആയിക്കൂടാ? എന്തുകൊണ്ട് 7 ആയിക്കൂടാ? 12 ആയിക്കൂടാ? അതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ഏജ് എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പെൺകുട്ടി മച്ചുവേർഡാകുന്നത്, പ്രായപൂർത്തിയാകുന്നത് 13-14 വയസ്സിലാണെങ്കിൽ, ഒരു ആൺകുട്ടി മച്ചുവേർഡാകുന്നത് 15-16 വയസ്സുകളിലാണ്. ഇവിടെ 2 വയസ്സിൻ്റെ അന്തരം നാം കാണുന്നു. മച്യൂരിറ്റിയിൽ വരുന്ന ഈ വർഷങ്ങളുടെ അകലം കേവലം ശരീരഘടനയിൽ മാത്രമല്ല, സ്വഭാവത്തിലും ചിന്തയിലും എല്ലാം ഈ വ്യത്യാസത്തിന് വിധേയമാകുന്നു. അത് ദീർഘകാലം നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ ആ അന്തരം മനസ്സിലാക്കിക്കൊണ്ടാണ് ആൺകുട്ടിയേക്കാൾ പെൺകുട്ടിക്ക് മിനിമം 2 വയസ്സെങ്കിലും താഴെയായിരിക്കണം, അല്ലെങ്കിൽ 1 വയസ്സെങ്കിലും നിർബന്ധമായി താഴെയായിരിക്കണം. എന്തേ കാരണം? ചിന്തിക്കുന്ന കാര്യങ്ങൾക്കും മനോഭാവങ്ങൾക്കും സമാനതകൾ കൈവരിക്കാൻ എളുപ്പമാണ്. ഒരുപോലെ ചിന്തിക്കും. അല്ല, 10 വർഷത്തെ അകലമുണ്ടെങ്കിൽ അവിടെ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് വരെയും ഉണ്ടാകാം. അവിടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും കല്ലുകടിയും ആരംഭിക്കും. ആ തെരഞ്ഞെടുപ്പിൽ ദോഷങ്ങൾ സംഭവിക്കാം. വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജിൽ ചിലതൊക്കെ മറിച്ചുമുണ്ടായേക്കാം. എന്നാൽ നോർമലി നാം വിലയിരുത്തുമ്പോൾ ഈ പ്രായത്തിൻ്റെ അന്തരം കണക്കാക്കാതെ പോയാൽ അത് ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഒരു 3 വയസ്സ് വരെ എങ്ങനെയെങ്കിലും ആകട്ടെ, അതിനപ്പുറത്തേക്ക് പോയാൽ ചില പ്രശ്നങ്ങളുണ്ട്. ശാരീരികമായും മാനസികമായും സംഭവിക്കാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രായം ഒരു
ഘടകമായി തന്നെ കാണണം. ശരീരത്തിൻ്റെ വലിപ്പത്തെ മാത്രമല്ല, അത് മാനസികമായ സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രായം. അതുകൊണ്ട് പ്രായത്തിന് മിനിമം 1 വയസ്സിൻ്റെ എങ്കിലും, മാക്സിമം ഒരു 3 വയസ്സ് വരെ ആകാം. അതിനപ്പുറത്തേക്ക് ഗുണപരമല്ല, ആരോഗ്യപരമല്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കണം. രണ്ടാമത്തെ ഘടകം സൗന്ദര്യമാണ്, ബ്യൂട്ടി. സൗന്ദര്യത്തിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു സമാനതയുണ്ടായിരിക്കണം. സൗന്ദര്യമുള്ള ഒരുവൻ സൗന്ദര്യമില്ലാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അധികം വൈകാതെ വേർപിരിയേണ്ടി വരും. കാരണം ഈ സമൂഹം നമ്മളെ കളിയാക്കാൻ തുടങ്ങും. സമൂഹം അതിനെ വിലയിരുത്താൻ തുടങ്ങും. സമൂഹം നമ്മുടെ നേരെ ചോദ്യങ്ങൾ ചോദിക്കും. അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. കാര്യം നമ്മൾ ആദ്യമൊക്കെ ആശയങ്ങളൊക്കെ പറഞ്ഞാണ് ചെയ്തതെങ്കിൽ പോലും കുറെ കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ സംഭവിക്കും. കുറെ കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കാൻ അവസരം തരുന്നൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ മനോഭാവം കറക്റ്റായിരിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ ഒരു പുനർവിചിന്തനം നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകും. 1-2 വർഷമല്ലല്ലോ ദൈവമക്കളെ, ജീവിതാന്ത്യം വരെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് വർണ്ണത്തിലും വണ്ണത്തിലും സൗന്ദര്യത്തിൽ ഒരു സമാനത, ഒരു യോജിപ്പ് കണ്ടുവേണം തിരഞ്ഞെടുക്കാനായി. അത് സാധിക്കാതെ പോയാൽ നമ്മളുടെ മനസ്സുകൊണ്ട് ആ യോജിപ്പ് കറക്റ്റ് ആകില്ല. ഇടയ്ക്കിടയ്ക്ക് കിരികിരിപ്പുണ്ടായിക്കൊണ്ടിരിക്കും. അന്യോന്യം വിരൽ ചൂണ്ടാൻ തുടങ്ങും. ഒരു ഈഗോ ജനറേറ്റ് ചെയ്യും. ഭാര്യയ്ക്കാണ് സൗന്ദര്യക്കുറവ് ഉള്ളതെങ്കിൽ ഭാര്യയിലൊരു ഈഗോ ഉടലെടുക്കും. ഭർത്താവിലാണെങ്കിൽ ഭർത്താവിലും ഒരു ഈഗോ ആരംഭിക്കും. ഇത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകും, പൊരുത്തക്കേടുണ്ടാകും, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. പിരിയുന്നതാണ് നല്ലതെന്ന തീരുമാനത്തിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കും. ആയതുകൊണ്ട് സുഹൃത്തേ, തെരഞ്ഞെടുപ്പ് സൂക്ഷിക്കണം. മാതാപിതാക്കളെ, മക്കൾക്കൊരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അഭിപ്രായം പറയാൻ അവസരം കിട്ടിയാൽ പറയണം. മക്കൾ പലപ്പോഴും അവസരം തരാറില്ല എന്നത് ഒരു കാര്യം. കിട്ടിയാൽ മക്കൾക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇന്ത്യയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കുടുംബത്തിലെ ഒരേ ഒരു മകൻ, അവൻ അമേരിക്കയിൽ ചിക്കാഗോയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് പോയി. പപ്പയില്ല, അമ്മയാണ് അവനെ ഓമനിച്ച് വളർത്തിയത്. വളരെ ഒബീഡിയൻ്റ് ആയിരുന്നു ആ മകൻ. ഒരു നല്ല കുഞ്ഞാണ്. അവന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ഭാവി ഉണ്ടാകണമെന്ന് ആരെക്കാളും ആഗ്രഹിച്ചയാളാണ് മാതാവ്. അതുകൊണ്ട് അവൻ ആവശ്യപ്പെട്ടിടത്ത് മുഴുവനും ചെലവ് ചെയ്ത് അവനെ അമേരിക്കയിൽ പഠിക്കാനായിട്ട് അയച്ചു. യൂണിവേഴ്സിറ്റിയിൽ 1-2 സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ അവനൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു. അതങ്ങ് നീണ്ടു. ആരും അറിയുന്നില്ലല്ലോ. കോളേജ് ക്യാമ്പസിനകത്തുള്ള ബന്ധങ്ങൾ ആഴത്തിലായി. ഒടുവിൽ അതങ്ങ് വർദ്ധിച്ച് വളർന്ന് വിദ്യാഭ്യാസമൊക്കെ തീർന്നു.
അപ്പോഴേക്കും വിവാഹപ്രായമായപ്പോൾ മകനോട് അമ്മ പറഞ്ഞു, മോനെ, നിന്റെ വിവാഹം നടത്തി കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമാണ്. അതുകൊണ്ട് അമ്മ നിനക്ക് യോഗ്യമായ ഒരു പെൺകുട്ടിയെ ആലോചിക്കുകയാണ്. നാട്ടിൽ ഞാൻ നിനക്ക് നല്ലൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായും അവൻ്റെ ഉള്ളിൽ മറ്റൊന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കുറേ കാലം അവൻ നീട്ടി ചോദിച്ചു, നീട്ടി ആവശ്യപ്പെട്ടു. ഇപ്പം വേണ്ട, ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് നീണ്ടു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ നിർബന്ധമായി പിടികൂടി. അപ്പോൾ അവൻ പറഞ്ഞു, അമേരിക്കയിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പുള്ള ഒരു പെൺകുട്ടിയുമായി ഞാൻ പ്രണയബന്ധത്തിലാണ്. അമ്മ എനിക്ക് ആ മകളെ വിവാഹം കഴിച്ച് തരണം. സുന്ദരിയാണവൾ, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇവൻ നല്ലൊരു കുടുംബത്തിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ ഏറ്റവും നല്ല ഒരു ഭവനത്തിലെ അംഗമാണ് എന്നൊക്കെ പറയാം. കാഴ്ചയ്ക്ക് വളരെ ഫെയറാണ്, നല്ല കുട്ടിയാണ്, സുന്ദരനാണ്. അപ്പം അതുകൊണ്ട് അമ്മ വിചാരിച്ചു, നിശ്ചയമായും എൻ്റെ മകൻ അവന് യോഗ്യമായ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ ആയിരിക്കും കണ്ടെത്തിയത്. ഇത് കേട്ടപ്പോൾ മുതൽ അമ്മ മനസ്സിൽ സ്വപ്നങ്ങൾ മെടയാൻ തുടങ്ങി. അവിടുത്തെ സിറ്റിസൺഷിപ്പുള്ളൊരു പെൺകുട്ടിയാണ് എൻ്റെ മകന് ഭാര്യയായി വരുന്നതെങ്കിൽ പല കാര്യങ്ങൾ ചിന്തിച്ചു. അങ്ങനെ സ്വപ്നക്കോട്ടകൾ കെട്ടി. മോനെ, എനിക്ക് മോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. വീഡിയോ കോൾ ചെയ്യാനായിട്ടൊരു അവസരമുണ്ടാക്കാമോ? അന്ന് ഇന്നത്തേതുപോലെയുള്ള ഗൂഗിൾ മീറ്റോ സൂമോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും സ്ട്രോങ് അല്ല. എങ്കിലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാണാനായിട്ട് സൗകര്യങ്ങളുണ്ടാക്കി. അമ്മ ശ്വാസം പിടിച്ച് മകൻ സ്നേഹിച്ച പെൺകുട്ടിയെ കാണാൻ കാത്തിരിക്കുമ്പോൾ മകൻ സ്ക്രീനിൽ വന്നു. അവൻ പറഞ്ഞു, അമ്മ, ഞാൻ കണ്ടെത്തിയ, ഞാൻ തിരഞ്ഞെടുത്ത, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന സുന്ദരിയായ എൻ്റെ ഭാര്യയാകാനുള്ളവളെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സ്ക്രീൻ മാറ്റിയത് അമ്മ തലക്കറങ്ങി വീണു. കാരണം ഒരു നീഗ്രോ സൈസ്, നന്നായി കറുത്തത്, മുഖത്തിൻ്റെ ഷേപ്പെല്ലാം വല്ലാത്തത്, ഒരു പ്രത്യേക ഷേപ്പിലും ഭാവത്തിലുമുള്ള ഒരു കുട്ടി അതിനെ സ്ക്രീനിൽ കണ്ടതോടെ അമ്മയ്ക്ക് ബോധക്ഷയം വന്നു. എന്തിനേറെ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത പോയി. ആ മകനെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളും ഒരു ചില്ലുകൊട്ടാരം തകരുന്നതുപോലെ തകർന്നടിഞ്ഞു. അധികം വൈകാതെ അവരെന്നെ വിളിച്ചു. അവരുടെ സമാധാനം പോയ കാര്യം എന്നോട് പറഞ്ഞു. ഞാനിന്ന് സ്ക്രീനിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പങ്കുവച്ച വിഷയം ഞാൻ പറയുമ്പോൾ ചില കുടുംബങ്ങളുടെ അനുഭവങ്ങൾക്ക്, ചില കുടുംബങ്ങൾക്കുള്ള വേദനകൾക്ക് അതൊരു ആശ്വാസമാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആ മാതാവിനെ ഏറെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. മക്കൾ നിമിത്തം ഇങ്ങനെ വരുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും നാമും ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരിക്കലും ബാധിക്കരുത്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും സകല പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ പിറകിലെ നിൽക്കാവൂ. നമ്മളെ നയിക്കുന്ന ഒന്നായി പ്രശ്നങ്ങൾ മാറരുത്. അവർക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങളും ആലോചനകളെല്ലാം ആൻറ്റി കൊടുത്തിരുന്നല്ലോ. നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന വചനം പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഉപദേശങ്ങൾ കൊടുത്തിരുന്നല്ലോ. നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം മകന് പറഞ്ഞു കൊടുത്തിരുന്നല്ലോ.
അതിനെല്ലാം ആൻറ്റി യേസ് മൂളി, സാറേ ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. അവൻ പോകുന്നതിന് മുമ്പ് ഞാനാണ് അവനെ പ്രാർത്ഥിച്ചയച്ചത്. എൻ്റെ കുഞ്ഞൊരിക്കലും അങ്ങനെ പെട്ടുപോകില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ സമാധാനം അനുഭവിച്ച തൻ്റെ ജീവിത പങ്കാളി മരിച്ചു പോയിട്ട് പോലും അനുഭവിക്കാത്ത ഹൃദയവേദനയായി പോയത്. കാരണം ആൻറ്റിയുടെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ മകനായിരുന്നു, അവൻ്റെ കുടുംബമായിരുന്നു, അവനുണ്ടാകുന്ന മക്കളായിരുന്നു, അവനോട് കൂടിയുള്ള സന്തോഷകരമായ ജീവിതമായിരുന്നു. ഇതെല്ലാം പോയി. അവളങ്ങ് സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്തു, കണക്കാക്കി, വേദനിച്ചു, സങ്കടപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് അധികം നീണ്ടുപോയില്ല. അതിനകത്ത് ചില ചീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. എവിടെ പോയി? ചീറ്റിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേരാത്തവ തമ്മിൽ ചേർത്താൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് സൗന്ദര്യം ഒരു ഘടകം തന്നെയാണ്. ലോകൈക സുന്ദരികളും സുന്ദരന്മാരും വേണമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മളോട് സമാനതയുള്ള, നമ്മളോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമെങ്കിലും ആയിരിക്കണമെന്ന് സാരം. വലിയ ടോപ്പ് ലെവൽ നോക്കണ്ട, നമ്മളേത് ലെവലാണോ ആ ലെവലിനനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം. ഞാൻ ഈ രണ്ട് കാര്യം പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഒന്ന് എയ്ഡ്സ് അഥവാ എ, രണ്ട് ബ്യൂട്ടി അഥവാ ബി, എ ബി. ഈ രണ്ട് ഘടകങ്ങൾ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ളതല്ല, ഇന്റേണലായിരിക്കുന്ന ചില വിഷയങ്ങളാണ്. അകത്ത് മാനസികാവസ്ഥയിൽ നിയന്ത്രിക്കാൻ നമ്മൾ പാലിക്കേണ്ട സാമൂഹ്യ നിയമങ്ങളാണ്. ഇത് പാലിച്ചില്ലെങ്കിൽ കുടുംബജീവിതം സ്വസ്ഥമായി കൊണ്ടുപോകാൻ ഭാരമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കർത്താവേ, നിന്റെ വചനപ്രകാരവും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിന്നാൽ യോജിപ്പിക്കപ്പെട്ട ഒരു ബന്ധം തന്ന് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെയും കുടുംബജീവിതത്തെ സ്ഥിരപ്പെടുത്തി അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നീ കൃപയോടെ കേട്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.